അപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു ഗൈസ്. എനിവേസ് ഞാനൊരു ഇൻട്രോ എടുത്തേക്കാം ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടൈറ്റിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആസ് ലോങ് ആസ് ഐ ഫിനിഷ് ഷൂട്ടിങ് ടുഡേയ്സ് വ്ളോഗ്. അങ്ങനെയൊന്നും പ്ലാൻഡ് അല്ല. ഹായ്, അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ച് കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങളുള്ള പോലെയുണ്ട്. ഇന്നത്തെ ഏതാണെന്ന് പറയാം. ഇത് മുരിങ്ങ പരിപ്പിലിട്ടത്. എനിക്ക് മുരിങ്ങയില വലിയ ഫാനല്ല, ഞാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അവിയൽ ആൻഡ് മുട്ട, ഈ മൂന്നെണ്ണമാണ് ഇന്നത്തെ. പിന്നെ ഒരു പീസ് നാരങ്ങ അച്ചാർ, പിന്നെ ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവി ഒരു കുഞ്ഞു പീസ്, അത് ഇന്നലെ വാങ്ങിയതിൻ്റെ ബാലൻസാണ്. ഇത് 2 പീസ് കുഞ്ഞിക്കൊഴുവ. ഇന്നലെ ചിക്കൻ കറി വാങ്ങിയതിൻ്റെ ഗ്രേവി ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടയിലെ ചിക്കൻ കറിയും അതുപോലെ ഞാനെന്താ വാങ്ങിയ ഒരു ഡൈനാമൈറ്റ് ഷവായ വാങ്ങി. 2 നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് സൈസ് കുറഞ്ഞ പോലെ തോന്നി. ഞാൻ എന്നിട്ട് സൊമാറ്റോയിൽ നമുക്ക് റിവ്യൂ കൊടുക്കാമല്ലോ, ഞാനപ്പോൾ വെരി സ്മോൾ സൈസ് ഓഫ് ദി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ ഗ്രേവി എടുക്കാൻ നോക്കുമ്പോൾ ആ ഉള്ള പീസിനെക്കാട്ടി ഒരു കുഞ്ഞൊരു പീസും, പിന്നെ എൻ്റെ ഡൈനാമൈറ്റ് ഷവായിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പീസേ ഉള്ളൂ. അപ്പോൾ അതൊരു ബോക്സിലിട്ട് തന്നേക്കുക. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവർ ചെറിയൊരു ലെഗിൻ്റെ പീസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷവായിൽ ശരിക്കും അങ്ങനെ 2 പീസായിട്ട് കൊടുക്കാറുള്ളൂ, ലെഗ് പീസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറില്ലല്ലോ, ഒരു മെയിൻ ഒരു സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട പാടെ അയ്യോ ചെറിയ പീസാന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ റിവ്യൂ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സാരമില്ല പോട്ടേന്ന് വെച്ചേനെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. അപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞ് ലഡ്ഡു കിട്ടി. മമ്മിയുടെ ഓഫീസ് ഇവിടെ അടുത്താണ് കേട്ടോ, മമ്മിക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് വരാം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ മമ്മിയുടെ ഓഫീസിൽ കിട്ടിയ ലഡ്ഡു കൊണ്ടുവന്നു. എനിക്ക് ഷുഗർ കട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എവിടെന്നെങ്കിലുമൊക്കെ എന്നെ ഇങ്ങനെ പ്രലോഭനങ്ങൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ എനിക്കായിട്ട് ക്രേവിങ്സ് വരും, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ബർത്ത്ഡേ പാർട്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ എനിക്ക് കിട്ടും. അപ്പോൾ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അവിയൽ കഴിക്കുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ സ്കൂളിലെ അവിയൽ ഓർമ്മ വരും. കാരണം സ്കൂളിലെ അവിയൽ അല്ലാതെ എനിക്ക് വേറെ ഒരു അവിയലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് ഏകദേശം സദ്യയുടെയൊക്കെ ഒരു ടച്ച് വരും. പക്ഷെ എന്നാലും ഇപ്പോൾ സദ്യയ്ക്ക് പോകുമ്പോഴും സ്കൂളിലെ അവിയലിൻ്റെ ഒരു ടച്ച് വരുന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കൂളിലത്തെ അവിയൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്നു. ആ വിരുന്ന് വന്നപ്പോൾ അവിടെ ഈ സ്കൂളിലെ ടേസ്റ്റുള്ള അവിയൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു അത് ലാസ്റ്റ് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ചതച്ചൊന്ന് ജസ്റ്റ് ടോപ്പിലിടുന്നു. അപ്പോൾ അത് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കി. പക്ഷെ എന്നിട്ടും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല സ്കൂളിലത്തെ അവിയലിൻ്റെ. സോ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എൻ്റെ സ്കൂളിലെ അവിയൽ. അത് പറഞ്ഞപ്പോൾ എൻ്റെ സ്കൂളിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം സ്കൂളിൽ വെജ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു 10th വരെ ഞാൻ വെറും വെള്ളം മോര് കറിയും അച്ചാറും മാത്രമേ സ്കൂളിൽ നിന്ന് എടുക്കുകയുള്ളൂ. വളരെ റെയറായിട്ടേ ബാക്കി കറികളൊക്കെ ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് ഇടയ്ക്ക് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ വൺസ് ഓർ ട്വൈസ് ഇൻ എ മന്ത് എന്തെങ്കിലും സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടാവും. ലൈക്ക് ഫ്രൈഡ് റൈസും ഒരു ചില്ലി ഗോബി ആ ടൈപ്പ്, അല്ലെങ്കിൽ മഞ്ഞ കളർ ഒരു നല്ല ബിരിയാണിയും മഷ്റൂം കറിയും. അപ്പോൾ മഷ്റൂം കറിക്ക് ഒരു ചിക്കൻ കറിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ സ്കൂളിൽ ബിരിയാണി ഉള്ള ദിവസം 12 മണിക്ക് ഈ സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ തന്നെ അറിയാം ബിരിയാണിയാണ്. സോ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിൽ അങ്ങനത്തെ വേറെ കറികളെടുക്കും. അല്ലാത്ത ദിവസം സ്കൂളിൽ ഇത്രയും അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ മോരും അച്ചാറും മാത്രം എടുക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ആ ഗ്യാങ്ങിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ബോഡി കോൺഷ്യസ്, ഞങ്ങൾ ഇത്രയും ചോറേ കഴിക്കുകയുള്ളൂ, ഉറുമ്പിന് കൊടുക്കുന്ന അത്രയൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അത് കണ്ടിട്ട് ഓക്കെ ഞാനും കുറച്ച് ഞാൻ അത്രേ കഴിക്കാറുള്ളൂ. എനിക്ക് ഒട്ടും ഫുഡ് ഇഷ്ടമല്ല, ആ ഒരു ടൈപ്പായിരുന്നു.
പിന്നെ വേറെ കറികളൊന്നും കൂട്ടില്ലാത്തത് എന്തോ ഒരു ഭയങ്കര സംഭവമാണ് ഫ്ലെക്സ് ചെയ്ത് നടന്നുകൊണ്ട് കുറേ കാലം വരെ മോരും അച്ചാറാണ് കഴിച്ചു തുടങ്ങിയത്. പിന്നീടാണ് അവിയൽ കൂട്ടിയപ്പോൾ അവിയലും ചോറും മാത്രമായി പിന്നെ കഴിക്കുന്നത്. അവിയൽ എല്ലാ ദിവസവും ഇല്ല കേട്ടോ, വല്ലപ്പോഴേ ഉള്ളൂ. സോ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഓർമ്മ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അന്ന് കുട്ടികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമായിരുന്നു നമുക്ക് കിട്ടുന്ന ഫുഡിനെ. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്തൊക്കെ കിട്ടുമായിരുന്നു എന്നറിയോ? എല്ലാ ദിവസവും ചോറ്, മോര്, അച്ചാറ്, ഇത് എന്താണ് എല്ലാ ദിവസവും ഉള്ള സാധനമാണ്. ആൻഡ് സാമ്പാർ ചില ദിവസം ഒരു പരിപ്പ് കറി രൂപത്തിലായിരിക്കും, ചില ദിവസം പ്രോപ്പർ പക്ക സാമ്പാർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവിടെ എല്ലാ ദിവസവും ഉണ്ട്. ആൻഡ് ബ്രെഡും പഴവും. പിന്നെ അതല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ തോരൻ പോലത്തെ സാധനവും കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവിടെ ഡെയിലി ഉണ്ട്. അപ്പോൾ ഈ മത്തങ്ങ കറി അതൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ ഒരു വെറൈറ്റി കറിയും ഉണ്ടാവും. എന്നാൽ ഇത്രയും സാധനങ്ങളും ഡീസൻ്റായിട്ടുണ്ട്. ബ്രെഡ്, പഴം, പിന്നെ ചില ദിവസം സ്പെഷ്യലായിട്ട് പായസം കിട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെയാണ്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ കേക്ക് കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് അത് കുറ്റം പറയുന്നത് വേറൊരു തരം ഫ്ലെക്സ് ആയിരുന്നു. ഓക്കെ, ഈ കറി ഒന്നിനും കൊള്ളില്ല അങ്ങനെ ഇങ്ങനെ. അപ്പം എനിക്കതിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ശരിയാ കൊള്ളില്ല. അപ്പം എൻ്റെ വിചാരം എന്താ, ശരിക്കും ഇത് കൊള്ളില്ലായിരിക്കും, ഇവർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട്. ഞാൻ ഈ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പൊട്ടക്കറിയൊക്കെ ഞാൻ കൊള്ളാമെന്ന് പറയുവാന്ന് ഇവർ വിചാരിക്കുമല്ലോ. ഒരുപാട് വർഷത്തിന് ശേഷമാണ് പിന്നെ തോന്നുന്നത് സ്കൂളിൽ നല്ലൊരു അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ ഞങ്ങൾ ലാസ്റ്റ് കഴിച്ച് കഴിയുന്ന കുട്ടികൾക്ക് ബാക്കി ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എക്സ്ട്രാ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. സോ അങ്ങനെ ലാസ്റ്റ് ആവുന്ന സമയത്ത് അച്ചാർ പാത്രം കാലിയായിട്ടുണ്ടാവും. എസ്പെഷ്യലി മാങ്ങ അച്ചാറൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അത് വേഗം കാലിയാവും. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ ആ ബൗളുണ്ടാവും, അതിലേക്ക് നമ്മൾ വെള്ളമോര് ഒഴിച്ചിട്ട് കലക്കി ഒരു കുടിയുണ്ട്. അതൊക്കെ ഒരു സംഭവമായിരുന്നു. പിന്നെ ചിലവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാങ്ങ അച്ചാറിൻ്റെയും അല്ലാതെ എന്തെങ്കിലും അച്ചാറിൻ്റെ പീസസ് ഉണ്ടാവുമല്ലോ, കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പീസുകൾ കഴുകിയെടുക്കും. എന്നിട്ട് അതിങ്ങനെ കഴിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്ക് സ്കൂളിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഷെയറിങ് ആൻഡ് കെയറിങ്ങിൻ്റെ സംഭവം അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഈവൻ കോളേജിലാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. ബിക്കോസ് ഞാൻ ഹോസ്റ്റലറായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ ഫുഡ് അല്ലെങ്കിൽ വേറെ മെസ് ഫുഡ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എന്താണ്, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പോലെ ഷെയറിങ് ടിഫിൻ, ലഞ്ച് ബോക്സ്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയൊക്കെയാണ് ഇങ്ങനെ ഷെയറിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ ഫുഡ് കിട്ടാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി ടൈമിൻ്റെ ഇടയ്ക്ക് സായം എണീറ്റ് തന്നു. ഇനി ഞങ്ങളുടെ സ്ലീപ്പ് ടൈമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം ഓൾമോസ്റ്റ് മനസ്സിലായി കാണുമല്ലോ, എൻ്റെ തീറ്റ കഥകൾ. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടേസ്റ്റുകളും ഞാൻ അഡാപ്റ്റ് ആവും. എനിക്ക് ഇന്ന ഫുഡ് തന്നെ വേണം, അത് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. വേഗം തന്നെ അഡ്ജസ്റ്റ് ആവും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്കുണ്ട്. അത് പക്ഷേ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ ഡാഡിക്കും മമ്മിക്കും ആണെങ്കിലും പ്രത്യേക പ്രിഫറൻസുകളുണ്ട്. പക്ഷേ എനിക്ക് ഞാനിപ്പം എന്താണ് മട്ടൺ അല്ലെങ്കിൽ പോർക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കഴിക്കില്ല എന്നേ ഉള്ളൂ. എന്നാലും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ എന്നാലും ഒരു ഓവറോൾ നോക്കിയാൽ എല്ലാം തന്നെ ഞാൻ കഴിക്കും. ഏത് സ്ഥലത്ത് പോയി ഏത് ടൈപ്പ് ഫ്ലേവർ സാധനങ്ങളാണെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എവിടെയും ഒരു സീൻ വന്നിട്ടില്ല. ഈവൻ കോളേജിൽ പോയ സമയത്ത് മെസ് ഫുഡൊക്കെ എല്ലാവരും ബോറിങ്ങാന്ന് പറഞ്ഞു. ബോറിങ് ആയിരുന്നു, പക്ഷെ ഇത് ഇങ്ങനെയും കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുമായിരുന്നു. സോ അതൊരു സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ണൂരായതുകൊണ്ട് തന്നെ അവിടെ ഫുഡിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഞങ്ങളെ എന്താണ് ഈ പറ്റ എഴുതി വെച്ച് കഴിക്കുന്ന ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു ക്യാമ്പസിൽ തന്നെ. സോ അവിടത്തേക്ക് ഫുഡ് നല്ല അടിപൊളി. അപ്പോൾ
ഇതുവരെ ഉള്ള ലൈഫിൽ എനിക്ക് ലക്കിയായി തോന്നിയിട്ടുള്ള കാര്യം അതാണ്. എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്ന് സെറ്റാവും. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം അങ്ങ് കഴിക്കുന്നതല്ല, എനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. വെജിറ്റബിൾസിനോട് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല. പണ്ടൊക്കെ എന്നെ വഴക്ക് പറഞ്ഞ് ബഹളം വെച്ചൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതും ചോറിൻ്റെ കൂടെ ആ തോരനോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ച് വിഴുങ്ങുമായിരുന്നു. അങ്ങനെയായിരുന്നു കുറേ കാലം, കുറേ വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഹെൽത്തിന് നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കഴിച്ചൊക്കെ തുടങ്ങി, ചൂ ചെയ്ത്. ഇപ്പോൾ കുറച്ച് നോക്കുക ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ എന്താ ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും തിന്നും. അപ്പോൾ ഈ ചെറിയ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.